പെരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ പാർട്ട് 3. ആദ്യത്തെ 2 പാർട്ടിൽ നമ്മൾ എഡ്ജ്വർത്ത് ബോക്സും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കർവ് എന്താണെന്ന് നോക്കി. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താണ് പെരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയനും പിന്നെ അതിൽ 3 മാർജിനൽ കണ്ടീഷനിൽ ഫസ്റ്റ് വണ്ണും ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്. ഈ ഒരു വീഡിയോയിൽ വി വിൽ ബി ഡിസ്കസിങ് ദ ലാസ്റ്റ് 2 ക്രൈറ്റീരിയൻ, ലാസ്റ്റ് 2 കണ്ടീഷൻസ് ഓഫ് ദിസ് ക്രൈറ്റീരിയൻ, ദാറ്റ് ഈസ് efficiency of allocation of factors among producers or എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ എഫിഷ്യൻസി ഇൻ പ്രോഡക്റ്റ് മിക്സും. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്താണ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എന്നുള്ളത് നോക്കാം. So like the derivation of margin condition for optimal distribution of commodities among consumers, we use the same Edgeworth box of production to understand the case of allocation of given resources K and L. സോ അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ ആദ്യത്തേൽ നമ്മൾ എന്താ നോക്കിയത്? ഗുഡ് എക്സും ഗുഡ് വൈയും ബിറ്റ്വീൻ 2 കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് നോക്കിയത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ആ ഗുഡ് എക്സും ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പെർസ്പെക്റ്റീവ് ബൈ യൂസിങ് two types of resources, that is capital and labor. ഓക്കെ, അപ്പം നമ്മൾക്ക് ആ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം, ഈ ആദ്യത്തെ ഈ ഒരു എൽ ഷേപ്പിൽ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത് ഗുഡ് എക്സിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് ആണ്, അതായത് എത്രയാണ് ക്യാപിറ്റൽ, എത്രയാണ് ലേബർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കുന്നത് വൈഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷനാണ്. വൈക്ക് എത്രയാണ് ലേബർ വേണ്ടത്, അതുപോലെ തന്നെ എത്രയാണ് ക്യാപിറ്റൽ വേണ്ടത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി ഈ പ്രൊഡക്ഷനെ നമ്മൾ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസോകോൺസ്. നമ്മൾ ആദ്യത്തെ കൺസംഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്ത ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഐസോകോൺസ് ആണ്. ഈ ഐസോകോൺസിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, MRTS. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ ഐസോകോണ്ട് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ഇനി നമ്മൾക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, കോൺട്രാക്റ്റ് കർവിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് പെരറ്റോ എഫിഷ്യൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഈ സിയിൽ നിന്നും ഡിയിലോട്ടോ അല്ലെങ്കിൽ സിയിൽ നിന്നും താഴോട്ടോ നമ്മൾ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? We can increase the production of one good by reducing the production of another good. So for example, സിയിൽ നിന്നും ഡിയിലോട്ടാണ് പോകുന്നതെങ്കിൽ we can increase the production of good X from X3 to X4. പക്ഷേ എന്ത് സംഭവിക്കുന്നു? We have to reduce the production of good Y from Y3 to Y2. ഓക്കെ, സെയിം വിത്ത് സിയിൽ നിന്നും താഴോട്ട് വരികയാണ്. ഇങ്ങോട്ടാണ് വരുന്നതെങ്കിലോ എക്സിൻ്റെ പ്രൊഡക്ഷൻ വിൽ ഗെറ്റ് ഫോൾ ഫ്രം X3 to X2. പക്ഷെ വൈഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? വിൽ ഇൻക്രീസ് ഫ്രം Y3 to Y4. ഇനി മറ്റേത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് കർവിൻ്റെ പുറത്ത് കിടക്കുന്ന പോയിൻറ്റ്സ് എല്ലാം ഇൻഎഫിഷ്യൻറ്റ് പോയിൻറ്റ്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ പോയിൻ്റ് എച്ച് ആണ് ആദ്യത്തെ ഫസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എങ്കിൽ എന്ത് സംഭവിക്കുന്നു? എച്ചിൽ നിന്നും സിയിലോട്ടോ അല്ലെങ്കിൽ എച്ചിൽ നിന്നും ഡിയിലോട്ടോ മൂവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ? വി ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് വൺ ഗുഡ് വിത്തൗട്ട് റെഡ്യൂസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ വൺ. സോ ഫോർ എക്സാമ്പിൾ എച്ചിൽ നിന്നും സിയിലോട്ടാണ് വരുന്നതെങ്കിൽ വി ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് വൈ ഫ്രം Y2 to Y3. പക്ഷേ എക്സിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. നമ്മൾ സെയിം ഇൻഡിഫറൻസ് കർവിൻ്റെ തന്നെ അസംഷൻ തന്നെയാണുള്ളത്. ഈ ഒരു സെയിം ഐസോകോണിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് കോമ്പിനേഷൻ എടുത്താലും വിൽ ബി ഗെറ്റിംഗ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സോ നമ്മൾക്ക് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ വരണമെങ്കിൽ എന്ത് വേണം? We need to have this condition. MRTS X4 labor and capital should be equal to MRTS Y4 labor and capital. So the marginal condition for a Pareto optimal allocation of factors or inputs requires that MRTS between labor and capital be equal for all commodities produced by different firms. എല്ലാ പ്രൊഡക്ഷനും ഏത് ഫേംസും എടുത്താലും അവരുടെ എല്ലാം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ MRTS ഈക്വൽ ആയിരിക്കണം ഫോർ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അതാണ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ രണ്ട് തരത്തിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത്. സോ ലേബർ ആൻഡ് ക്യാപിറ്റൽ അതിൻ്റെ എപ്പോഴും എന്തായിരിക്കണം? MRTS ഈക്വൽ ആയിരിക്കണം. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ കോമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട് ഓർ ദ പ്രോഡക്റ്റ് മിക്സ്. ഇതിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് 2 കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്. സോ ഇൻ ദിസ് കേസ് വി നീഡ് MRS for any 2 goods to be equal to
MRT for those goods. രണ്ട് ഗുഡിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും രണ്ട് ഗുഡിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. അത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. So a composition of output or product mix is Pareto efficient if it is impossible to increase the utility of one individual without reducing the utility of another one by reallocating the factors among the commodities, leading to a different product mix. അപ്പം ഒരു ഇൻഡിവിജ്വലിൻ്റെ യൂട്ടിലിറ്റി കൂട്ടാനായിട്ട് അയാളുടെ ഒന്നും ചെയ്യാതെ, അതായത് അയാളുടെ കുറയ്ക്കാനും പാടില്ല, പക്ഷെ ഒരാളുടെ കൂട്ടും വേണം. അപ്പം അങ്ങനെ കൂട്ടാനായിട്ട് നമ്മൾക്ക് ജസ്റ്റ് റീഅലോക്കേഷൻ മാത്രം ചെയ്താൽ പോരാ. അങ്ങനെ അതായത് നമ്മൾക്ക് ഒരിക്കലും ഒരു റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസിലൂടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു പ്രോഡക്റ്റ് മിക്സിൽ എന്ന് പറയുന്ന പോയിന്റിൽ എത്തണമെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മിക്സ് പരറ്റ് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇൻക്രീസ് യൂട്ടിലിറ്റി ഓഫ് വൺ ഇൻഡിവിജ്വൽ വിതൗട്ട് റെഡ്യൂസിങ് ദ യൂട്ടിലിറ്റി ഓഫ് അനദർ ബൈ സിംപ്ലി റീഅലോക്കേറ്റിംഗ് ദ ഫാക്ടേഴ്സ് റീഅലോക്കേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? വി കനോട്ട് ഇൻക്രീസ് ദി യൂട്ടിലിറ്റി ഓഫ് വൺ ഇൻഡിവിജ്വൽ. സോ ടു ഡിഫൈൻ ദിസ് വി നീഡ് ടു യൂസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പം നമ്മളിവിടെ പ്രോഡക്റ്റ് മിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും ഇൻഡിഫറൻസ് കർവുമാണ്. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ യൂസ് ചെയ്തത് ഇൻഡിഫറൻസ് കർവാണ്. സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്തത് ഐസോകോണ്ട് ആണ്. ആൻഡ് ദ തേർഡ് കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആൻഡ് ദി ഇൻഡിഫറൻസ് കർവ്. സോ ഈ വൈ ആക്സിസിൽ നമ്മൾ ഗുഡ് വൈയും എക്സ് ആക്സിസിൽ നമ്മൾ എന്താ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്? ഗുഡ് എക്സ്1. So PP1 shows the production possibility curve, and the slope of this PPC is the marginal rate of product transformation or the MRT, marginal rate of ട്രാൻസ്ഫോർമേഷൻ. അപ്പം നമ്മൾ എന്താ പറയുന്നത്? ഈ പിയിൽ നിന്നും താഴത്തോട്ട് P1 വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഗുഡ് വൈ കുറച്ചിട്ട് ഗുഡ് എക്സ് കൂട്ടുന്ന സിറ്റുവേഷൻ. മുകളിലോട്ടാണ് പോകുന്നതെങ്കിലോ വി ഹാവ് ടു റിഡ്യൂസ് ഗുഡ് എക്സ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഗുഡ് വൈ. ഓക്കെ, സോ ഇനി ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം ഇൻഡിവിജ്വലിൻ്റെ രണ്ട് ഇൻഡിഫറൻസ് കർവാണ് ഇതിൽ തന്നിരിക്കുന്നത്, I1ഉം I2ഉം. അപ്പം നമ്മളിതിൽ പറയുന്നത് ആ ഇൻഡിവിജ്വൽ പാരറ്റോ എഫിഷ്യൻ്റ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഹി ഓർ ഷീ ഹാസ് ടു ബി ഇൻ ദിസ് പോയിന്റ്, ഇ എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം. ഫോർ എക്സാമ്പിൾ 2 പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം പാരറ്റോ എഫിഷ്യൻ്റ് ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവും ഈ PPCയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഫോർ എക്സാമ്പിൾ പോയിന്റ് എയിലാണ് നിൽക്കുന്നതെന്ന് വെക്കാം. ഗുഡ് ആ ഒരു കൺസ്യൂം ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് എ ആണ്. ഗുഡ് വൈ ഇത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഗുഡ് എക്സ് ഇത്രയാണ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലാണ്. ഓക്കെ, സോ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസ്യൂം ചെയ്യുന്നില്ല. സോ ദിസ് പോയിന്റ് ഇസ് ഇൻഎഫിഷ്യൻറ്റ്. അപ്പം ഈ ഒരു എയിൽ നിന്നുള്ള ആൾക്ക് നേരെ എന്ത് ചെയ്യാം? he or she can shift to B. അതായത് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ മാറ്റാതെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ PPCയിലോട്ട് വരാം, ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരാം. പക്ഷേ ഈ ഒരു സെയിം പോയിന്റിൽ വെച്ച് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ഇയിലോട്ടും ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ബി എന്ന് പറയുന്ന പോയിന്റും ഇൻഎഫിഷ്യൻ്റ് ആണ്, പക്ഷേ PPCയിലാണ് കിടക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻ്റ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ലൈസ് ഇൻ ദ ലോവർ ഇൻഡിഫറൻസ് കർവ്, ഏറ്റവും താഴെയുള്ള ഇൻഡിഫറൻസ് കർവിലാണ് കിടക്കുന്നത്. പോയിന്റ് ഇ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിലാണ്. അതോടൊപ്പം തന്നെ അത് ഹയർ ഇൻഡിഫറൻസ് കർവിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ ദിസ് പോയിന്റ് ഷോസ് ദ പാരറ്റോ എഫിഷ്യൻറ്റ് പോയിന്റ്. ഓക്കെ, so the slope of the indifference curve at any point shows the margin rate of substitution between x and y. സോ എത്രയാണ്? അപ്പം മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പം ഈ ഓരോ പോയിന്റിലും വെച്ചിട്ട് എത്ര ഒരു ഗുഡ് സാക്രിഫൈസ് ചെയ്യണം ടു ഇൻക്രീസ് ദ കൺസംഷൻ ഓഫ് അതർ ഗുഡ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. സോ ഗിവൺ ദ PPC, ഓൺലി പോയിന്റ് ഇ സാറ്റിസ്ഫൈസ് പാരറ്റോ എഫിഷ്യൻസി. പോയിന്റ് എ ഈസ് ഇൻ ദി ഇൻഎഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ബിക്കോസ് ഇറ്റ് ഇസ് ബിലോ PP1. PP1 താഴെയാണത് കിടക്കുന്നത്. Point B is on the production possibility frontier, but it is on the lower indifference curve I1, where the consumer satisfaction is not maximized. So ഇവിടെ കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നില്ല, ഇവിടെ എന്താണ്? പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നില്ല. സോ ബിക്കോസ് ഇറ്റ് ഈസ് ലൈങ് ബിലോ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. സോ ഇത്രയും റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ട്, പക്ഷെ ചെയ്യുന്നത് എന്താണ്? വളരെ കുറച്ച് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
So therefore Pareto optimality exists only at point E, where there is efficiency in both കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. കൺസംഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലായിക്കോട്ടെ എന്താണ് അവിടെ വരുന്നത്? എഫിഷ്യൻ്റ് ആണ്. വെൻ ദ സൊസൈറ്റി കൺസ്യൂംസ് ആൻഡ് പ്രൊഡ്യൂസസ് OX1 ഓഫ് ഗുഡ് എക്സ് ആൻഡ് OY1 ഓഫ് ഗുഡ് വൈ. സോ ഇത്രയും. സോ ഈ ഒരു പാരറ്റോ എഫിഷ്യൻറ്റ് പോയിന്റ് എത്തുമ്പം സൊസൈറ്റിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും OX1 ആണ്, അതോടൊപ്പം തന്നെ അത്രയും തന്നെ കൺസ്യൂമും ചെയ്യുന്നുണ്ട്. OX1 ലെവൽ ഓഫ് ഗുഡ് എക്സ് ആൻഡ് OY1 level of good Y. So the marginal condition for Pareto optimal or efficient composition of output requires the marginal rate of product transformation between any two commodities be equal to MRS between the same goods. So നമ്മൾക്ക് ഈ ഒരു തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ MRPT for X and Y should be equal to MRS A for XY is equal to MRS B for XY. എ എന്ന് പറയുന്ന കൺസ്യൂമറിൻ്റെയും ബി എന്ന് പറയുന്ന കൺസ്യൂമറിൻ്റെയും MRS ഈക്വൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു MRPT, പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ്റെയും കൂടെ ഈക്വൽ ആയിരിക്കണം. സോ margin rate of product transformation shows the rate at which a good can be transformed into another, and MRS shows the rate at which consumers are willing to exchange a good for another. The rate must be equal for a Pareto optimal situation to be attained. So these are the three conditions for marginal conditions of Pareto optimality. So first one is MRS XY between any two goods be equal for all consumers. Second one is MRTS LK between any two inputs be equal in the production of all commodities. And the third one is MRPT XY be equal to the MRS XY for any two goods. Thank you.